പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആളെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ അല്ലേ, ഞാനൊരു ശ്രീകൃഷ്ണനെ വരയ്ക്കാൻ വിചാരിച്ചതാണ്. ഇതുവരെ ഞാൻ പേപ്പറിലൊക്കെയാണ് വരച്ചു നോക്കിയത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. തുണിയിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തുണിയിലൊന്നും ശ്രീകൃഷ്ണനെ വരച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിനുള്ള പെയിൻറ്റൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ള കളറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫാബ്രിക് കൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ തുണിയിലാണ് ചെയ്യുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തുണി ഇതാണെന്നുള്ള എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള തുണി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഞാൻ ആദ്യം പെന്നോണ്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ തുണിയിൽ പെൻസിൽ കൊണ്ട് വരച്ചാൽ ഒന്നായിട്ട് പരക്കും. അപ്പോൾ പെന്നോട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് വരയ്ക്കണം. പെയിൻറ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ കൃഷ്ണന്റെ പച്ച കളർ കൊടുക്കുക. എനിക്കിതിൽ ഏത് പെയിൻറ് മിക്സ് ചെയ്യണമെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഞാനിപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. 4-5 ക്ലാസ്സൊക്കെ ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അതിങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കും. ഞങ്ങളെ സാറെ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ കൃഷ്ണനെ ഏകദേശം പെയിൻറ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി ഡ്രസ്സും കൂടെ ഉള്ള കുറച്ച് സമയമായിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ചൂടൊക്കെ തുടങ്ങി ഗൈസ്. കണ്ടില്ല എൻ്റെ മുടിയൊക്കെ. ഇനി ഞാൻ താമരയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. താമരേൻ്റെ കറക്റ്റ് കളർ കിട്ടുമോയെന്ന് അറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. അടുത്തത് രാധേനെയാണ് കേട്ടോ ഞാൻ കളർ ചെയ്യുന്നത്. ആദ്യം തന്നെ മുടി ഒന്ന് കളർ ചെയ്യേ. ഇനി കുറച്ചുകൂടെ പെയിൻറ് ചെയ്ത് തീരാനുണ്ട് ഗായ്സ്. ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനൊക്കെ ഇരുന്നാലും സമയം പോണത് അറിയേയില്ല. എന്നാലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മൾ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കുമല്ലോ. അപ്പോൾ കണ്ണനും രാധേനും ഏകദേശം പെയിൻറ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറെ ഫംഗ്ഷന് പോവാണ്ടായോണ്ട് അവിടുന്ന് വരാൻ നേരം വൈകി. അപ്പൊ രാത്രി ആയിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ. അപ്പൊ ഈ ഒരു പെയിന്റിങ് എനിക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലല്ലേ എനിക്കൊരു പ്രചോദനം ആവുള്ളൂ. അപ്പൊ എല്ലാവരും എന്നെ കമന്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ